നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2024 പ്രളയ നഷ്ടമുണ്ടായ വീടുകൾക്കുള്ള CMDRF ധനസഹായ വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കൊല്ലൂർ സ്മാർട്ട് വില്ലേജ് ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്നിരുന്ന ചക്കമേള സമാപിച്ചു. നടത്തറ കൊഴുപ്പുള്ളിയിൽ വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മഴക്കാല ശുചീകരണവും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലൂർ മണ്ഡലത്തിൽ 2024 പ്രളയ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള CMDRF ധനസഹായ വിതരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിര മോഹൻ, PP രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, PS വിനയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ സണ്ണി ചെന്നിക്കര, സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ KV അനിത, സുബൈദ അബൂബക്കർ, ET ജലജൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജൻ SDRF നിന്നും 50,000, കുളങ്ങര വീട് കണ്ണത്ത് വീട് സന്തോഷ്, ചിനകത്ത് വീട് രാധാകൃഷ്ണൻ, SDRF നിന്നും 2 ലക്ഷം രൂപ, CMDRF പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തരമായിട്ടുള്ള യോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ 2 ദിവസം തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലുമായിരുന്നു. കുറച്ച് 3 മണിക്ക് വന്നത് രാവിലെ 6 മണി മുതൽ നേരത്തെ വീട്ടിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിലെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പോകേണ്ടി വന്ന വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ 2 യോഗങ്ങൾ, 2 കൊല്ലൂരിൽ ഉൾപ്പെടെ 3 യോഗങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ എത്തേണ്ടി വന്നത് എന്നുള്ളതുകൊണ്ടും ഇത്തിരി നേരം വേണ്ടി ക്ഷമിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കുറേ നേരം കൊണ്ട് ഞാൻ പ്രസംഗിക്കും. ഈ യോഗത്തിലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മഴ കനപ്പെട്ട് വരികയാണ്. മഴയുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന്റെ മുകളിൽ ശക്തമായി തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഒഡീഷയുടെ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നതായി നമ്മൾ കണ്ടിരുന്ന ഒരു തീവ്ര ന്യൂനമർദ്ദം, സാധാരണ നിലയിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് സമീപമായിട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതായി കാണാൻ പറ്റുന്നത്. വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന അതിതീവ്രമായിട്ടുള്ള ന്യൂനമർദ്ദം സാധാരണ നിലയിലുണ്ടായിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കേരളത്തിന്റെ കരയിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഇപ്പോൾ ഈ സമയത്ത് ലഭ്യമാകുന്ന കാലാവസ്ഥാ പ്രവചനം. കാലാവസ്ഥ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. 2018-19 അതിഭീകരമായിട്ടുള്ള പ്രളയ സദൃശ്യമായിട്ടുള്ള സംഭവങ്ങൾക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് പല വിധത്തിലുള്ള മഴക്കെടുതികൾക്ക് നമ്മൾ വിധേയമാകുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കാണുകയാണ്, 8 ദിവസക്കാലം മുമ്പ് മൺസൂൺ വന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് 8 ദിവസക്കാലം മുമ്പ് മൺസൂൺ വന്നു എന്ന് മാത്രമല്ല, ഇന്നടക്കം 5-ാം തീയതി വരെ സാമാന്യം ഭേദപ്പെട്ട മഴ തുടർച്ചയായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. പഴയ ആളുകളൊക്കെ പറയുന്നത് പോലെ മൺസൂൺ കാറ്റ് വീശി തുടങ്ങി. പക്ഷെ മൺസൂൺ കാറ്റ് വീശുന്നതിന് ഒരു മര്യാദ വേണ്ടേ? 3 ദിവസം മുമ്പ് കൊച്ചിയിലെ റഡാർ രേഖപ്പെടുത്തിയത് 85 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയ അനുഭവം റഡാറുകളിൽ ലഭ്യമായി. അതായത് പട്ടിക്കാട് നിന്ന് ഇപ്പോൾ നല്ല സുഗമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൈവേയിലൂടെ, ഹിൽ ഹൈവേയിലൂടെ വിലങ്ങന്നൂരിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി 90 കിലോമീറ്റർ മീറ്ററിൽ വേഗത കാണിച്ചാൽ നമ്മുടെ ഒരു സ്ഥിതി എന്തായിരിക്കും? ആ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ഇന്നലെ ഇപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പൊന്മുടിയിൽ ഏറ്റവും കൂടുതൽ 44 കിലോമീറ്റർ ആണ് per hour. 1 മണിക്കൂറിൽ ഒരു കാറ്റ്
44 കിലോമീറ്റർ വേഗതയിൽ പതിക്കുക. അങ്ങനെ പറഞ്ഞാൽ ആ കാറ്റിന്റെ പുറത്ത് കയറി തൃശ്ശൂരിൽ നിന്നാൽ ടിക്കറ്റ് എടുക്കാതെ എറണാകുളം കഴിഞ്ഞ് ചേർത്തല എത്താൻ 1 മണിക്കൂർ മതി. അതാണ് ആ വേഗത. അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാറ്റുകൂടി വരുന്നൊരു സാഹചര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ജൂലൈ 30 അതിഭീകരമായിട്ടുള്ള മഴ ഇവിടെ മാത്രമല്ല, ചൂരൽമലയിലുണ്ടായി, വെലങ്ങാടുണ്ടായി. സംസ്ഥാനത്ത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ പ്രദേശം. ഒറ്റക്കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മള് സാധാരണ വീട് തകർന്ന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ SDRF പണമാണ് എടുത്തു കൊടുക്കുക, സംസ്ഥാന ദുരന്ത നിവാരണ നിധി. അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാശുണ്ടാവും, കേരളത്തിന്റെ കാശുണ്ടാവും. രണ്ടും കൂടി കൂട്ടിയതാണ് സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ നിധി. ആ നിധിയിൽ നിന്ന് ഒരു വീട് തകർന്നാൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുക 1,80,000 രൂപയാണ്. അപ്പോഴും PMAയുടെ 2 ഇരട്ടിയായി. എന്നാലും ആകെ കൊടുക്കാൻ പറ്റുക 1,80,000 രൂപയാണ്. 15% താഴെ തകർന്നാൽ കൊടുക്കാൻ പറ്റുന്ന സംഖ്യ 6,800 രൂപ. മഴയിൽ സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടങ്ങൾ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയിൽ പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ട്. അനാവശ്യമായ യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൂടെയുള്ളവ ഒഴിവാക്കണം. അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം. ക്യാമ്പുകളിലേക്ക് മാറാൻ വിമുഖത കാട്ടരുത്. 5 ദിവസം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് സമീപമായി അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം ആദ്യ ആഴ്ച സംസ്ഥാനത്ത് പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഈ കാലയളവിൽ പെയ്തേക്കാമെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാമത്തെ ആഴ്ച എല്ലാ ജില്ലകളിലും മഴ സാധ്യത ഉണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറവ് മഴയായിരിക്കും പെയ്യുക. മെയ് 29 എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം കനത്ത കാറ്റ് അനുഭവപ്പെട്ടു. പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ അധികാരം വിനിയോഗിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അതിതീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പ്രശ്നത്തെ അതീവ ഗൗരവമായി വേണം കാണുവാനെന്നും അദ്ദേഹം പറഞ്ഞു. ഒല്ലൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറിയതായി മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇത് നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ പ്ലാൻ 2022-23 ഉൾപ്പെടുത്തിയാണ് ഒല്ലൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കുട്ടനെല്ലൂർ NCC ബറ്റാലിയൻ കോംപ്ലക്സ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം പ്രോജക്ട് മാനേജർ സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറിഷ് പെരിഞ്ചേരി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, തഹസിൽദാർ ടി ജയശ്രീ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നടത്തറ കൊഴുക്കുള്ളിയിൽ വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നടത്തറ കൊഴുക്കുള്ളി സ്വദേശി പൊങ്ങണമൂല വീട്ടിൽ 70 വയസ്സുള്ള വിശ്വംഭരനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി. തൃശൂർ അഗ്നിരക്ഷാ സേനയുടെ സഹായത്താൽ മൃതദേഹം പുറത്തെടുത്തു. മേൽ നടപടികൾ സ്വീകരിച്ചു. ദിവസവും രാവിലെ നടക്കാൻ പോകാറുള്ള വിശ്വംഭരൻ പതിവ് പോലെ പുലർച്ചെ വീട്ടിൽ നിന്നും നടക്കാൻ പോയതായും മകൻ പറഞ്ഞു. ഭാര്യ മരിച്ചതിനു ശേഷം വിശ്വംഭരൻ മാനസിക വിഷമത്തിലായിരുന്നുവെന്നും പറയുന്നു. പുത്തൂർ പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണവും ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു.
പുത്തൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബോധവൽക്കരണ സന്ദേശം നൽകി. പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ബിന്ദു, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ, പഞ്ചായത്ത് VEOമാരായ സിബി, ഹീര, കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാഹുൽ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പഞ്ചായത്ത് ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും എലിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം നടത്തി. തുടർന്ന് പഞ്ചായത്ത് പരിസരവും വഴിയോരവും വൃത്തിയാക്കുകയും കടകളിലേക്ക് ബോധവൽക്കരണ നോട്ടീസ് വിതരണവും നടത്തി. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ഇപ്രകാരം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും വീടുകളിലും സ്ഥാപനങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണമെന്നും കൊതുക് പെറ്റുപെരുകാൻ ഇടയുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണമെന്നും സ്വന്തം വീട്, സ്ഥാപനം എന്നിവ മാലിന്യമുക്തമായി മാറ്റി മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാ ജനങ്ങളും പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഒപ്പം സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇതിന് മുന്നോടിയായി തന്നെ നമ്മൾ പല വിവിധ ഘട്ടങ്ങളിലായിട്ടും നമ്മുടെ തോടുകൾ, ചാലുകൾ, അതുപോലെ തന്നെ ഹൈവേ മുതലായ പ്രദേശങ്ങളൊക്കെ തന്നെ ശുചീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാലിന്യം കൊണ്ട് തട്ടുന്നവർക്ക് എതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലിച്ചയിൽ കൊണ്ട് തട്ടുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്യാമറ സ്ഥാപിക്കുകയും അതിനോടൊപ്പം തന്നെ അവിടെ കൃത്യമായി അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശുചീകരണ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് വെച്ചുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നമുക്ക് മറ്റു വർഷങ്ങളിൽ പോലെ വേണ്ടത്ര രീതി അത്രയ്ക്കും മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എങ്കിലും നമ്മുടെ ഓരോ വാർഡ് ബേസിലും നമ്മൾ നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട കാര്യം മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ എലിപ്പനി, ഇതൊക്കെ നമ്മുടെ മഴക്കാല രോഗങ്ങളാണ്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് ആരോഗ്യ പ്രവർത്തകർ ശരിയായ രീതിയിൽ തന്നെ അവരുടെ വാർഡുകളിലുള്ള വീട് സന്ദർശനവും അതുപോലെ തന്നെ വീടുകളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതികൂല സാഹചര്യമാണെങ്കിലും എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി കുട നിർമ്മാണ പരിശീലനം നടത്തി. CDS ചെയർപേഴ്സൺ സതി അജയന്റെ അധ്യക്ഷതയിൽ നടന്ന പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി രാജേഷ്, വാർഡ് മെമ്പർമാരായ പുഷ്പ ചന്ദ്രൻ, സിമി സുനേഷ്, തുളസി സുരേഷ്, ബാലസഭ കൺവീനർ ശ്രീജ സുരേഷ്, CDS അംഗങ്ങളായ ലിസി ജോയ്, ഗ്രേസി ജെയിംസ്, ശോഭന രവി, സ്മിത ഷിബു, സുമ ഗോപി എന്നിവർ പങ്കെടുത്തു. ഷാൻഡി നന്ദകുമാറാണ് കുട നിർമ്മാണ പരിശീലനം നൽകിയത്. പ്രത്യേകിച്ച് ജില്ലയിൽ ഒരു മോഡൽ CDS ആകുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിലാണ് CDS ചെയർപേഴ്സണും CDS മെമ്പർമാരും ഭരണസമിതി അംഗങ്ങളും. പദ്ധതി ചെലവിൽ 100% ചിലവഴിച്ചുകൊണ്ടും നികുതി പിരിവിൽ 100% ചിലവഴിച്ചുകൊണ്ടും പ്രൊജക്ടുകൾ വിഭാവനം ചെയ്യുന്ന മാടക്കത്തറ പഞ്ചായത്ത് കുടുംബശ്രീയിലൂടെ വളരുന്ന ബാലസഭാ കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു ബാല സൗഹൃദ പഞ്ചായത്താകാൻ 2022 പഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളതും അഭിമാനകരമാണ്. നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് 10 പഞ്ചായത്തുകളെ സെലക്ട് ചെയ്തതിൽ ബാലസൗഹൃദ പഞ്ചായത്തായിട്ട് മാടക്കത്തറയ്ക്ക് ഇടം നേടാൻ സാധിച്ചു എന്നുള്ളതും വളരെ അഭിമാനകരമാണ്. അതിന് ഭുവനേശ്വർ വരെ പോകാനും ബാലസഭാ കുട്ടികൾക്ക് വേണ്ടി അവിടെയുള്ള സംവാദ പരിപാടികളിൽ പങ്കെടുക്കാനും നമുക്കതിന് ഭാഗ്യമുണ്ടായി എന്നുള്ളതും അത് പുറത്തു പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടം അറിയാം. ഒരു വെക്കേഷൻ സമയങ്ങളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് അടിമപ്പെട്ടു പോകുന്നത് ലഹരി എന്ന് പറയുന്ന ഒരു ആപത്തിനെയാണ്. ആ ആപത്തിനെ നേരിടുന്നതിന് വേണ്ടി അവരെപ്പോഴും എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത് പഞ്ചായത്തിനെ സംബന്ധിച്ചും കുടുംബശ്രീയെ സംബന്ധിച്ചും നമ്മൾ അതിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ആണ്. അവർക്ക് വേണ്ടി പ്രൊജക്റ്റ് വെച്ച് അവരുടെ കൈകൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ കുട അവർക്ക് ഈ മഴ സീസണിൽ ഈ മൺസൂൺ കാലഘട്ടത്തിൽ അവർക്ക് ഉപയോഗിക്കാനും വേനൽക്കാലത്ത് ചൂടേൽക്കാതെ തണലാകാനും കഴിയുന്ന രീതിയിൽ കുട അവർ നിർമ്മിച്ചിരിക്കുകയാണ്.
കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും എല്ലാം നമ്മൾ പ്രൊജക്റ്റ് വെച്ച് കുളനിർമ്മാണം ഇവിടെ നടത്തി, ബുക്ക് പെയിൻറ്റിങ് ഇവിടെ നടത്തി, പേപ്പർ ബാഗ് ഇവിടെ നടത്തി. ഇവരെ കൊണ്ട് ഇവരുടെ കൈകൾ കൊണ്ട് ചെയ്യിക്കാവുന്ന പദ്ധതികളെല്ലാം ഓരോ വർഷവും പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യാനായി പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു. ഇന്ന് 50 താഴെ കുട്ടികൾ ഇവിടെ പരിശീലനം കുടനിർമ്മാണം നേരിടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 735 രൂപയുടെ കിറ്റ് വാങ്ങി കുട നിർമ്മിച്ച് പുറത്ത് വിപണിയിലെത്തുമ്പോൾ 450 രൂപയ്ക്ക് കൊടുക്കാവുന്ന നല്ല മതിപ്പോട് കൂടിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ കുടയാണ് ഈ കുട്ടികൾക്ക് ദീപം കുട കൊടുക്കുന്നത്. ശരിക്കും അടക്കത്തിൻ്റെ ഒരു സ്റ്റിക്കറോട് കൂടി ലേബലോട് കൂടി കൊടുക്കണം, വിതരണം ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു തീരുമാനം. അതിനടിസ്ഥാനത്തിൽ അവരുണ്ടാക്കിയ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന മംഗല്യ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25,000 രൂപയാണ് മംഗല്യ പദ്ധതിയിലൂടെ ലഭിക്കുക. 18നും 50നും ഇടയിൽ പ്രായമുള്ള BPL മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. പുനർവിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. www.schemes.wed.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0487236150. ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ജില്ലയിലെ ഗതാഗതക്കുരുക്കിലും റോഡിന്റെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ്, അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജിറ്റ് ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലശ്ശേരി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത് നന്ദി പറഞ്ഞു. DCC ഭാരവാഹികളായ രാജൻ ജെ പലൻ, ബൈജു വർഗീസ്, KH ഉസ്മാൻ ഖാൻ, ശിവരാമകൃഷ്ണൻ, രവി ജോസ് താണിക്കൽ, ആൻഡസ്, CB ഗീത, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ്, ഹാപ്പി മത്തായി, ജേക്കബ് പുലിക്കോട്ടിൽ, CC ഡേവിസ്, ജോർജ് ചാണ്ടി, ഗോപാലകൃഷ്ണൻ, സുരേഷ്, നിഖിൽ, തിമോത്തി വടക്കൻ, ജോഷി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് 3 ദിവസമായി നടക്കുന്ന ചക്കമേള 2025 സമാപിച്ചു.
ഡോക്ടർ എ ലത സ്വാഗതം അർപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലുള്ള 192 ചക്ക ഇനങ്ങളുടെ ജനിതക വൈവിധ്യ പ്രദർശനം മുഖ്യ ആകർഷണമായി. കാർഷിക സർവകലാശാല, ഒല്ലൂർ കൃഷി സമൃദ്ധി, അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഫഷണൽസ്, കൃഷി വകുപ്പ്, സംരംഭകർ എന്നിവരുടെ പ്രദർശന വിപണന സ്റ്റോറുകൾ ചക്കയുടെ ജനിതക ശേഖരം, മൂല്യവർദ്ധനവ്, സംരംഭകത്വ സാധ്യതകൾ, വിപണി മുതലായ വിഷയങ്ങളിൽ സെമിനാറുകൾ, ചക്ക വിഭവങ്ങളുടെ രുചിമേള, ക്വിസ്, ചക്ക വിഭവങ്ങളുടെ പാചക മത്സരങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ 3 ദിവസത്തെ ചക്കമേളയെ ആകർഷണീയമാക്കി. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പട്ടിക വിഭാഗക്കാർ അംഗങ്ങളായിട്ടുള്ള വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനുള്ള ധനസഹായ പദ്ധതിക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അപേക്ഷ ക്ഷണിച്ചു. ആവശ്യമായ ഓഫീസ്, കെട്ടിട സൗകര്യം സ്വന്തം നിലയിലോ വാടകയ്ക്ക് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമായ അനുമതി പത്രങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓഫീസുകളിൽ നിന്ന് ഗുണഭോക്താക്കൾ തന്നെ ലഭ്യമാക്കേണ്ടതുമാണ്. പ്രോജക്റ്റ് റിപ്പോർട്ട്, സംഘാംഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുന്ന വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മെയ് 31 വൈകിട്ട് 5 മണിക്കകം ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് അയ്യന്തോളിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭ്യമാകും. ഫോൺ നമ്പർ 0487 236 0381. കേരള വിദ്യാർത്ഥി യൂണിയൻ 68ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് KSU തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജോയ് ജോണിയുടെ അധ്യക്ഷതയിൽ പുന്നമ്പറമ്പ് സെന്ററിൽ പതാക ഉയർത്തി. 30 വെള്ളിയാഴ്ച കാലത്ത് 8:30 തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന KSU സ്ഥാപക ദിനാഘോഷ പരിപാടികൾ KSU ജന്മദിന കേക്ക് മുറിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു KSUവിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. KSU തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി മനീഷ് വടക്കാഞ്ചേരി മുഖ്യാതിഥിയായി. മഹിളാ കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് സിബില അയ്യെ, KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അശ്വിൻ തമ്പി, അനൂപ് തോമസ്, സാബു സി ജോയ്, സനൽ സണ്ണി എന്നിവർ പ്രസംഗിച്ചു. KSU നേതാക്കളായ കിരൺ ഫ്രാൻസിസ്, ആദിത് സുധാകരൻ, അജിത് ടോം, എബിൻ, വിഷ്ണു ഇലഞ്ഞിക്കൽ, അഖിൽ മാത്യു, ആൻസൺ ജെയിംസ്, ജിബിൻ ഷാജി, ആഷിഖ്, അജ്മൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ സംരംഭമായ വിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ കോഴ്സുകളായ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകളിലേക്ക് SSLC, +2, ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7994 449314. മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സ്റ്റേഷൻ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സെമിനാർ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ജോയൽ CJയുടെ അധ്യക്ഷതയിൽ നടന്നു. പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ എ ലത മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റുഡൻസ് ആർട്ട് ക്ലബ്ബ് ഉദ്ഘാടനം ആലത്തൂർ അഗ്രോ മെഷീൻസ് മാനേജിംഗ് പാർട്ണർ അനിൽ ബാബു നിർവഹിച്ചു. ഡോക്ടർ T. ഗിഗിൻ, S. ശ്രീകുമാർ, ഡോക്ടർ സുമ നായർ, ഡോക്ടർ TS സന്ധ്യ, E. അനന്തൻ, ഡോക്ടർ റോസ്മേരി ഫ്രാൻസിസ്, ഡോക്ടർ PS പ്രേമൻ എന്നിവർ സംസാരിച്ചു. M. ആതിര സ്വാഗതവും മാത്യൂസ് ബേബി നന്ദിയും പറഞ്ഞു. യൂണിയൻ തെരഞ്ഞെടുപ്പും മറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര അടികളുണ്ടാവും. ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ടാണ് മൊത്തം പ്രതികരിച്ച് പിന്നെ
നടക്കണം തെക്കോട്ടും വടക്കോട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യന് വേണ്ടത് നല്ലൊരു കേൾക്കാരനാണ് പറഞ്ഞത് അല്ലേ? അതുപോലെ തന്നെ മനുഷ്യന് വേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിക്ക് അനുശാസിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക. അത് ചെയ്ത് എന്തുണ്ടാവില്ല ക്യാമ്പസിൽ? റാഗിങ് ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പൂക്കോട് ഉണ്ടായ സംഭവം നിങ്ങളെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു അപരിഷ്കൃത പ്രവൃത്തി, അതും ഈ സമൂഹത്തെ മാറ്റിമറിക്കേണ്ടതായ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ട്. മൊത്തം നാണക്കേടാണ്. വേദന എന്ന് പറയുന്നത് അനുഭവിക്കുന്നവനെ അറിയുള്ളൂ. ഇപ്പോ ഈ കുട്ടി ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം അതിന് പ്രതികളായിട്ടുള്ള കുട്ടികളുടെ വീട്ടുകാർ പോലും അനുഭവിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം. അവരുടെ മാനസികാവസ്ഥ പോലും നിങ്ങൾ ചിന്തിക്കണം. അതാണ് നിങ്ങളിവിടെ വന്നത് എന്തിനാന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. മകനൊരു അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ BS എവിടെ പഠിച്ചാലും അതിന് ഡിഗ്രിയുമായി വരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആള് ഒരു കേസുമായി വന്നിരിക്കുന്നു. കേസുമായി വന്നാൽ പെട്ടെന്ന് തീരുമോ? തീരില്ല. ജീവിതമേ പോവും. നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും പോവും. നിങ്ങൾക്ക് പെട്ടെന്ന് വയസ്സാവും. നിങ്ങളുടെ മുഖത്തുള്ള പ്രസന്നത വീട്ടുകാരുടെ എല്ലാവരും പോവും. ഒരു മരിച്ച വീട്ടില് നിങ്ങളുടെ വീടിനെക്കാളും കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാരും കൂടി തള്ളിവിടരുത് എന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് നിങ്ങളുടെ ഓരോരുത്തരിലും സ്റ്റുഡൻസിലും ഉണ്ടാവാം. ഒരു കാരണവശാലും നിങ്ങൾ വഴി തെറ്റി പോകരുത്. സമയം ഒരുപാടായി. കുറെ കാര്യങ്ങൾ പറയാനായിട്ട് വന്നാണ്. ഒരു 25% പോലും പറയാൻ പറ്റിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചു. 200 രൂപ വർദ്ധിച്ച് ഒരു പവന് സ്വർണത്തിന്റെ വില 71,360 രൂപയായി. ഗ്രാമിന് 25 രൂപയാണ് വർദ്ധിച്ചത്. 8,920 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസം 15-ന് 68,880 ഇടിഞ്ഞ സ്വർണ്ണവില പിന്നീട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒറ്റയടിക്ക് 1,560 രൂപ ഇടിഞ്ഞതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി 70,000-ൽ താഴെ എത്തിയത്. 7 ദിവസത്തിനിടെ ഏകദേശം 3,000 രൂപ വർദ്ധിച്ച് വീണ്ടും സ്വർണ്ണവില 72,000 കടന്ന് കുതിക്കുമെന്ന ഘട്ടത്തിലാണ് വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കിയത്. എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ അവിടേക്ക് നീങ്ങിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില ഇടിയാൻ കാരണമായത്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. മദ്യലഹരിയിൽ സഹോദരനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പ്രതി റിമാൻഡിൽ. പറവട്ടാനി വെള്ളറവീട്ടിൽ റഷ്കോവിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ഷൈജു, സബ് ഇൻസ്പെക്ടർ ഷാഫി യൂസഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫിറോസ്, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ണിമോൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഓപ്പറേഷൻ കാപ്പാവേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ ആകാശ് കൃഷ്ണ, കിരൺ കൃഷ്ണ, നവീൻ, പ്രത്യുഷ് എന്നിവരെ കാപ്പ ചുമത്തി. പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃജേഷ്, രജീഷ്, സിയാദ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ചാലക്കുടിയിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 1, 2, 3 പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു.
തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജ് KM രതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനിമോൾ, അഡ്വക്കേറ്റ് ഗിരീഷ് മോഹൻ എന്നിവർ ഹാജരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2024 പ്രളയ നഷ്ടമുണ്ടായ വീടുകൾക്കുള്ള CMDRF ധനസഹായ വിതരണം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. കൊല്ലൂർ സ്മാർട്ട് വില്ലേജ് ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്നിരുന്ന ചക്കമേള സമാപിച്ചു. നടത്തറ കൊഴുപ്പുള്ളിയിൽ വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മഴക്കാല ശുചീകരണവും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു.